പള്ളി നമുക്കൊന്ന് കാണാം. നമ്മൾ ഇന്നുള്ളത് ഇറ്റലിയിലാണ്. ഇറ്റലിയിലെ പദുവയിലെ സെന്റ് ആന്റണിയുടെ ബസലിക്ക അല്ലെങ്കിൽ ഇൽ സാന്റോ എന്നറിയപ്പെടുന്ന പള്ളിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇറ്റലിയിലെ വെനറ്റോയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കത്തോലിക്ക പള്ളിയാണിത്. ഇറ്റലി യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന ഒരു രാജ്യമാണ്. ഇവിടുത്തെ നാണയം എന്ന് പറയുന്നത് യൂറോ ആണ്. ഇവിടുത്തെ ഭാഷ ഇറ്റാലിയൻ ആണ്. അപ്പൊ നമ്മളിന്ന് കാണാൻ വന്നത് പദുവ പള്ളിയാണ്. ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ഒരു പള്ളിയാണിത്. ഒരുപാട് തിരക്കുള്ള ഒരു ഏരിയയുമാണ് ഈ ഒരു ഭാഗം. പദുവ പള്ളി അല്ലെങ്കിൽ സെന്റ് ആന്റണിയുടെ ബസലിക്ക, അതുമല്ലെങ്കിൽ ഇൽ സാന്റോ എന്നൊക്കെ വിളിപ്പേരുള്ള ഒരു പള്ളിയാണ്. സെന്റ് ആന്റണി, അദ്ദേഹത്തെ പറ്റിയിട്ട് ക്രിസ്തുമത വിശ്വാസ പ്രകാരത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ബാക്കി മതസ്ഥർക്ക് അറിയാൻ വഴിയില്ല. അപ്പോൾ എല്ലാവർക്കുമായിട്ട് സെന്റ് ആന്റണിയുടെ ചരിത്രം അല്ലെങ്കിൽ പദുവ പള്ളിയെ പറ്റിയിട്ടുള്ള ചരിത്രം ഞാനൊന്ന് പറയാം. ഈ കാണുന്നതാണ് പദുവ പള്ളി, സെന്റ് ആന്റണിയുടെ ബസലിക്ക. സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആന്റണി ചെറുപ്പത്തിൽ അഗസ്റ്റീനിയൻ സന്യാസ സമൂഹത്തിൽ ചേർന്ന് പ്രാർത്ഥനയിലും പഠനത്തിലും ജീവിതം ചെലവഴിച്ചു. മൊറോക്കോയിൽ ഉണ്ടായിരുന്ന ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ വീരമരണത്തിൽ പ്രചോദനം കൊണ്ട് 1220 ഫ്രാൻസിസ്കൻ സമുദായത്തിൽ ഇദ്ദേഹം ചേർന്നു. ഈ സമയത്താണ് ഇദ്ദേഹം ആന്റണി എന്ന പേര് സ്വീകരിക്കുന്നത്. ഈ ഫ്രാൻസിസ്കൻ സമൂഹം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കത്തോലിക്ക സഭയുടെ പാർട്ടാണ്. ഈ ഒരു പള്ളിയിലെ ആർക്കിടെക്ചർ ശൈലി എന്ന് പറയുന്നത് റോമൻ, ബൈസന്റൈൻ, ഗോതിക് ഇവ മൂന്നിന്റെയും കൂടിച്ചേരലാണ്. വെനീസിലെ സെയിന്റ് മാർക്സ് ബെസിലിക്കയിൽ നിന്നാണ് ഈ ഒരു പള്ളി രൂപകൽപ്പന ചെയ്യാൻ പ്രചോദനം കൊണ്ടത്. നമ്മൾ കുറച്ചു മുമ്പ് സെന്റ് ആന്റണി എന്ന പേര് സ്വീകരിച്ചത് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി പറഞ്ഞില്ല. അപ്പൊ മൊറോക്കോയിലേക്ക് സെന്റ് ആന്റണി പ്രസംഗിക്കാൻ പോകുമ്പോൾ ഗുരുതരമായിട്ടുള്ള അസുഖം ബാധിച്ച് അദ്ദേഹം യൂറോപ്പിലേക്ക് തന്നെ തിരിച്ചു മടങ്ങാമെന്ന് തീരുമാനിച്ചു. ആ സമയത്ത് കപ്പൽ വഴിതെറ്റി ഇറ്റലിയുടെ സിസിലിയിൽ ചെന്നുപെട്ടു. ഫ്രാൻസിസ്കൻ സഭയുടെ യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ആന്റണിയുടെ വിശുദ്ധമായ ബൈബിൾ പരിജ്ഞാനവും അതുപോലെ തന്നെ പ്രസംഗത്തിലുള്ള നൈപുണ്യവും മനസ്സിലാക്കി അദ്ദേഹത്തെ സഭ പ്രസംഗത്തിനായിട്ട് നിയോഗിച്ചു. പിന്നീട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. അദ്ദേഹം മത്സ്യങ്ങളോടും പക്ഷികളോടും ഒക്കെ സംസാരിക്കുമായിരുന്നു എന്നും, ചിലർ പ്രസംഗം കേൾക്കാൻ തയ്യാറാകാതെ വരുമ്പോൾ അദ്ദേഹം മത്സ്യങ്ങളോടും പക്ഷികളോടും ഒക്കെ ആയിരുന്നു സംസാരിക്കാറ് അല്ലെ പ്രസംഗിക്കാറുള്ളത് എന്നും അവ അത് കേട്ടിരിക്കുമെന്നും പറയപ്പെടുന്നുണ്ട്. അദ്ദേഹം 1231 ജൂൺ 13 ഇറ്റലിയിലെ പദുവയിൽ വെച്ച് 36-ാമത്തെ വയസ്സിൽ സെന്റ് ആന്റണി മരണപ്പെട്ടു. അതിനുശേഷം കറക്റ്റ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ, അതായത് 1232 വിശുദ്ധ പദവി അദ്ദേഹത്തിന് ലഭിച്ചു.